ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. ഈ പ്രപഞ്ചത്തിൽ അന്യമായി ഒന്നും തന്നെ ഇല്ല എന്ന ഒരു പരമസത്യം നമുക്ക് ബോധിക്കാനുണ്ട്. എന്നെ അറിഞ്ഞു കഴിയുമ്പോൾ, ഞാൻ ആരാണെന്ന പരമസത്യം മനസ്സിലായി കഴിയുമ്പോൾ, ഞാൻ തന്നെയാണ് എല്ലാം എന്ന ഉൾത്തിരിവ് നമുക്ക് കിട്ടും. ആ തിരിവ് നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ അന്യമായിട്ട് ആരുമില്ല. അന്യനാണെന്ന് ബോധിക്കുമ്പോൾ അതിനോട് ഇഷ്ടവും അനിഷ്ടവും ഉണ്ടാവും. തനിക്ക് പറ്റാത്ത എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അവിടെ ശത്രുതാമനോഭാവം വരുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, അന്യൻ തനിക്കാരുമല്ലെന്നു കണ്ടാൽ അന്യന്റെ നെഞ്ചിലേക്കമ്പൂ തൊടുക്കും. അന്യൻ തനിക്കെല്ലാമാണെന്നു കണ്ടാൽ അന്യന്റെ നെഞ്ചിലേക്ക് അമ്പൂ തൊടുക്കും. അന്യൻ തനിക്കാരുമല്ലെന്നു കണ്ടാൽ, മറ്റു വ്യക്തികൾ എൻ്റെ ആരുമല്ല എന്ന് മനസ്സിലായാൽ അവരുടെ നെഞ്ചിലേക്ക് അമ്പയക്കാനും മടിയില്ല. ആരെങ്കിലും അമ്പയച്ചാൽ അതിൽ ദുഃഖവും ഉണ്ടാവില്ല. അന്യൻ ആരുമല്ല എന്ന് കണ്ടാൽ അവരുടെ നെഞ്ച് കുത്തിക്കീറാനും ഒരു മടിയുണ്ടാവുകയില്ല. എന്നാൽ അന്യൻ തനിക്കെല്ലാമാണെന്നു കണ്ടാൽ, മറ്റു വ്യക്തികൾ ഞാൻ തന്നെയാണ് എന്ന് കണ്ടാൽ, എനിക്കെല്ലാമായിരിക്കുന്നത് അന്യനാണ് എന്ന് കണ്ടാൽ അവരോട് അൻപാണ്. അൻപ് എന്ന് പറഞ്ഞാൽ ദയ, കാരുണ്യം, സ്നേഹം. ഇതാണ് നമുക്കുണ്ടാവുക. എന്നോടെനിക്ക് സ്നേഹമല്ലേ ഉണ്ടാവുകയില്ല ഉള്ളൂ. എന്നോടെനിക്ക് സ്നേഹമാണ്. അതുപോലെ സ്നേഹം എന്നെ ഞാൻ അറിഞ്ഞു കഴിയുമ്പോൾ നിന്നോടും ഉണ്ടാകും. എന്നോടെനിക്കുള്ള സ്നേഹം എന്നെ തിരിച്ചറിയുമ്പോൾ നിന്നോടെനിക്കുള്ള പ്രേമമായി മാറും. സ്നേഹത്തിൻ്റെ പരമകാഷ്ഠയാണ് പ്രേമം എന്ന് പറയുന്നത്. അതിനാൽ എന്നെ തിരിച്ചറിയാനാണ് നാം പരിശ്രമിക്കേണ്ടത്. അപ്പോൾ അന്യനായി ഒരാളും ഈ പ്രപഞ്ചത്തിൽ ഇല്ല തന്നെ. എല്ലാത്തിലും അന്തര്യാമിയായിരിക്കുന്നത് ഒന്നാണ് എന്നും, ശാരീരികമായ തലത്തിൽ മാത്രമേ നാമെല്ലാം വ്യത്യസ്തരായിട്ടുള്ളൂ എന്നും, അതിനാണ് നാമരൂപങ്ങൾ ഉള്ളതെന്നും ബോധിക്കുമ്പോൾ ഞാൻ വാസ്തവത്തിൽ ആരാണ്? ദേഹമല്ല. ഇതിനാൽ അകത്തിരിക്കുന്ന ആ ചൈതന്യധാമമാണ് നാം ഓരോരുത്തരും എങ്കിൽ, ആ ഞാനെന്ന് പറയപ്പെടുന്നത് തന്നെയല്ലേ എല്ലാത്തിലും. അതേകമാണ്. ഈ നാമരൂപങ്ങളൊക്കെ അനേകവുമാണ്. ഈ അനേകത്വത്തിൽ ഏകത്വമാണ് നാം കാണേണ്ടത്. ഇപ്പോൾ ഏകമായിരിക്കുന്ന അതിനെ അനേകമായി നാം വിഭജിച്ചിരിക്കുന്നു. എന്നിട്ട് അവിടെ ശത്രു, മിത്ര മുതലായ ഭാവങ്ങൾ നാം കൽപ്പിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ, ഇഷ്ടപ്പെടാത്തവർ, വേണ്ടവർ, വേണ്ടാത്തവർ, എൻ്റെ ആളുകൾ, അന്യൻ്റെ ആളുകൾ, ഇത്തരത്തിലുള്ള തരംതിരിവുകൾ മനസ്സ് തിരിക്കുന്നു. അത് അജ്ഞാനത്തിൻ്റെ ഘടകമാണ്. എപ്പോഴാണോ നമുക്ക് എന്നെക്കുറിച്ചുള്ള അറിവുണ്ടാകുന്നത് അപ്പോഴാണ് ജ്ഞാനോദയം ഉണ്ടാകുന്നത്. ജ്ഞാനമുണ്ടായി കഴിയുമ്പോൾ ഞാൻ തന്നെയാണ് എല്ലാത്തിലും, എന്നിൽ നിന്ന് അന്യമായി പ്രപഞ്ചത്തിൽ ഒന്നും തന്നെ ഇല്ല. പ്രപഞ്ചം മുഴുവനും ഞാനും, ഞാൻ മുഴുവൻ പ്രപഞ്ചത്തിലും നിറഞ്ഞിരിക്കുന്നു. ഇതാണ് യഥാർത്ഥത്തിലുള്ള സത്യം. അന്യൻ തനിക്കാരുമല്ലെന്നു കണ്ടാൽ അന്യൻ്റെ നെഞ്ചിലേക്ക് അമ്പൂ തൊടുക്കും. അന്യൻ തനിക്കെല്ലാമാണെന്നു കണ്ടാൽ അന്യൻ്റെ നെഞ്ചിലേക്ക് അൻപൂ ചുരത്തും.